ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ തെഫ്റ്റ് ആട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത് ഏകദേശം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് പോലൊക്കെ തന്നെയാണ്. എന്നാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിനായിട്ട് കുറേ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട്. കണ്ടത് ഇതൊരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാർഡോബൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പോയി നിന്നാൽ മതി. GTA 5 പോലെയാണ് ഇതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. കണ്ടേ നമുക്കിവിടെ ഹെയറൊക്കെ എടുക്കാൻ പറ്റും. വേണ്ട, നമുക്ക് തൊപ്പിന്നെ വെച്ച് കിടക്കാം. അവിടെ തൊപ്പി വെക്കാൻ പറ്റില്ല. ക്യാപ്പോടെ ഓക്കെ, എൻ്റെ ഈ തൊപ്പി തന്നെ മതി. എനിക്ക് തന്നെ ലുക്ക്. ഇതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയാണ് മാറ്റാൻ പറ്റുക. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ ഇതുണ്ട്, പക്ഷേ അത് ഫോണിൽ വേണം കണക്ട്. ഫോണിൽ കൂടെയാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇതിൽ ഈ ഒരു ഇത് നല്ല ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഒരു ചെങ്ങായിൻ്റെ റൂമാണ് തോന്നുന്നത്. വലിയൊരു റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇനി ഇവിടെ നേരെ പുറത്തേക്ക് പോവാം. ഓക്കെ, പുറത്തേക്ക് ഈ ഡോറ് തുറന്നിട്ട് വേണം തോന്നുന്നു പോവാൻ. ഓക്കെ, ഇവിടെ ഇത് ഹോളാന്നാ തോന്നുന്നത്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ നേരെ കാണുന്ന കിച്ചണാണ്. ഓക്കെ, അവിടേക്ക് നമുക്ക് എന്തായാലും പോകണ്ട. ഇത് തുറന്ന് എവിടേക്കാ പോണേ? ഇത് എവിടേക്കാ? ഇനിയുണ്ട് റൂം. ഗൈസ്, ഇവിടെ നോക്കിയ അവിടെ ഷിഫ്റ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈക്കിളും ZX10R തോന്നുന്നു. ഇവിടെ ഫുള്ളി മോഡിഫൈഡ് ഷിഫ്റ്റ്. അതൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇന്റീരിയർ നോക്കട്ടെ. ഓ, സീനല്ല. എന്താ ഗൈസ്, വണ്ടി എടുക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യണ്. ഓ, ഈ വണ്ടി സീൻ തന്നെ ഉണ്ടോ? നമുക്ക് എന്തായാലും ഈ വണ്ടി തന്നെ എടുത്തിട്ട് പുറത്തൊക്കെ പോവാ. ഇനി ഇതിൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ബൈക്ക് ഒരു താറ് കിടക്കുന്നുണ്ട്. ഇത് മോഡിഫൈഡ് താറാന്നാ തോന്നുന്നത്. പിന്നെ ഇവിടെ ചോപ്പിന്റെ പോലെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്. നമുക്ക് പട്ടിക്കുട്ടിയല്ല, പട്ടി ഉണ്ട്. ഇതാ ഇവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട്. ഇതിന് കൂടുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ പിന്നാലെ കൊണ്ടുവരാനായിട്ട് തോന്നുന്നു. ഇവിടെ ഇത് നമ്മൾ വരുന്നിടത്തേക്കൊക്കെ വരും. അവിടെ തന്നെ ഇരുന്നു. വേണ്ട, ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇനി വണ്ടി എടുത്ത് ഇവിടെ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാ. ബസ്സൊക്കെ ഉണ്ട് ഈ സിറ്റിയിൽ. നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ഞാൻ കാര്യം ചെയ്യാം. നമുക്ക് മാപ്പിൽ എന്തൊക്കെ ലൊക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ കാറിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുള്ള ഷോറൂമാണ്. നമുക്ക് ഷോറൂമിലോട്ട് പോയേക്കാം. ഇത് മെയിൻ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ഈ മാപ്പാണ്. ഇവിടെ ഈ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ മൊത്തം ആൾക്കാർ സൈക്കിളും ബൈക്കും ഷിഫ്റ്റ് കാറും വാഗനർ ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചു പോകും. ബസ് അടക്കം ഓടിച്ചു പോകും. നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിത്തെ പോലെ ഫുള്ള് സൂപ്പർ കാർസ് ഒന്നല്ല ഓടിക്കുക. ഇവിടെ ബൈക്കും സൈക്കിളും ഒക്കെ ഓടിക്കും വരെ. കണ്ട, ഇവിടെ മൊത്തം ഷിഫ്റ്റാണ്. ഇവിടെ ഒരു വാഗനറും ഉണ്ട്. ഇടിക്കാണ്ട് വേണം പോവാൻ. ഞാൻ സൈക്കിളും ബൈക്കും ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതാ ബസ്സിലൊരുത്തം വരുന്നുണ്ട്. ഇതാണ് ഷോറൂം തോന്നുന്നത്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നോക്കാം. വണ്ടി നമുക്ക് ഇവിടെ ഇടാം. ഏതെന്ന മര്യാദ വെക്കട്ടെ. ഓക്കെ, ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുമെന്ന് അറിയില്ല. വണ്ടി എടുത്തുകൊണ്ടായ പിന്നെ കുഴപ്പമില്ല. നമുക്ക് വേറെ വണ്ടീസൊക്കെ വീണ്ടും എടുക്കാം. ഇത് ഷോറൂം. ഇതിനുള്ളിൽ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. ഓക്കെ, ഇതേതാ ഒരു ഹുണ്ടായി ക്രെറ്റ എന്നാ തോന്നുന്നു. ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുമോണാവോ? ഇതിനുള്ളിൽ കടന്ന് ഈ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഇക്കൊന്നും വെറുതെ ഇതിന് വെച്ചിട്ടുള്ള തോന്നുന്നു. ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള തോന്നണേ. ഈ ബൈക്ക് എടുക്കാൻ പറ്റണാവോ? ഇത് ZX10R പർച്ചേസ് എന്ന് കാണിക്കുന്നുണ്ട്. നോക്കി നോക്കട്ടെ. ഓക്കെ, പർച്ചേസ്ഡ്. ഞാൻ ഡെലിവറി ചെയ്യാൻ ഇത് ബാക്ക് യാർഡിലാണ്. ഈ ബാക്ക് യാർഡിൽ എന്തോ ഡെലിവറി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് പറയണേ. ഈ ആരോ പോകുന്നുണ്ട് ബാക്കിലേക്ക്. എടേ, ഇത് സീനുണ്ടോ? ഇവന്മാർ കൈയൊക്കെ അടിച്ച് പോപ്പറൊക്കെ പൊളിച്ചിട്ട് നമുക്ക് ഈ വണ്ടി എടുക്കാൻ. ഇത് സീൻ തന്നെ ഉണ്ടോ? മറ്റേ ഷോറൂമിലൊക്കെ ഉണ്ടാവണ പോലെ ഷോറൂമിനായിട്ട് സീനായിട്ടുണ്ട് ഇവർ ഡെലിവറി ചെയ്യണേ. അപ്പോൾ ഇതിൽ കാറൊക്കെ ഡെലിവറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നുന്നു. ഇതെന്തായാലും വേറെ ലെവലായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിനായിട്ട് അടിപൊളി ഗെയിമാണ് ഈ ഒരു ഗെയിം. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഇത് ബസ്സൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഈ ബൈക്ക് നമ്മളൊക്കെ ഉണ്ട് ഓൾറെഡി. നമുക്ക് ഈ വണ്ടി വേണ്ട. നമുക്ക് നമ്മളെ ഷിഫ്റ്റ് തന്നെ എടുത്തിട്ട് പോവാം. നമുക്ക് ഇനി കുറച്ച് സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യാണ്ട്. എവിടെയെങ്കിലൊക്കെ പോയി നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത് വർക്ക്ഷോപ്പിലോട്ട് പോയേക്കാം. അവിടെ നമുക്ക് വണ്ടിയൊക്കെ മോഡിഫൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഈ വണ്ടി മോഡിഫൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ടയറും കാര്യങ്ങളൊക്കെ ഫുള്ളി മോഡിഫൈഡ് ആണ്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. ഇവിടെ സൈക്കിളുമിലൊക്കെ ആൾക്കാർ പോകാറുള്ളത് അവിടെ കാണാനില്ലല്ലോ. അത് ട്രക്ക് ഓടിച്ചിട്ട് ഒരുത്തും വരുന്നുണ്ട്. കണ്ട, അവിടെ ഒരുത്തന്നെ എന്താ ബൈക്ക് ഓടിച്ച് പോകണം. ബൈക്ക് ഓടിച്ചിട്ട് ഇടിച്ചിടാൻ പറ്റണാവോ? ഇടിച്ചിട്ടോ വീഴൊന്നുമില്ല കേട്ടോ അവന്മാര്. കണ്ട, ബൈക്കുമ്മ ഏതാ പ്ലാറ്റിന എന്നാ തോന്നുന്നത്. സൈക്കിളുമ്മലും പൂത്തമാര്. അയ്യോ, പോലീസ് കേസായിട്ടുണ്ടല്ലോ. വാണ്ടർ ലെവൽ വന്നിട്ടുണ്ട്. പോലീസുകാരൊക്കെ ഇതിൽ ബൊലേറോയിലോട്ടോ വരാ. നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഇതേ പോലല്ല. ഇതില് ഫുള്ളി ഇന്ത്യയായിട്ട് ഇതായിട്ടുള്ളതുകൊണ്ടേ മൊത്തം ഇതിന്റെ പേരെന്നെ ഇന്ത്യൻ തെഫ്റ്റ് ആട്ടോ എന്നാണ്. അതുകൊണ്ട് മൊത്തം ഇന്ത്യത്തെ പോലെയാണ് ഗൈസ്. ഇവിടെ നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോയേക്കാം. ഷോറൂം അല്ല, വർക്ക്ഷോപ്പിലോട്ട് പോയേക്കാം. അതാ പോലീസുകാരെ ഞാൻ കാണിച്ചു തരാം. പോലീസുകാർ സീനാണ് ഗൈസ്. മറ്റേ ലാത്തി പോലെ എടുത്തിട്ടൊക്കെ അടിക്കാൻ വരാ. കണ്ട, മാരി സീനാണ്.
ഇന്ത്യ ബൈക്ക് ഡ്രൈവിംഗ് ഇതേപോലെ ഇങ്ങനെ അഴഞ്ഞഴഞ്ഞ് വരില്ല അവന്മാരെ ഓട്ടൊക്കെ സീനാണ്. ഇവിടെ പോയി നമ്മളിത് ഏകദേശം വർക്ക്ഷോപ്പിലോട്ട് എത്താനായിട്ടുണ്ട്. എത്തി. അത് ബ്രേക്ക് പിടിച്ച് അപ്പുറത്ത് പോയിട്ട് നിൽക്കണ്. ബ്രേക്കൊക്കെ ഒന്ന് സെറ്റാക്കണം. ഞാൻ ഈ ഇതിലത്തെ ഗാരേജിനുള്ളിൽ കയറിയിട്ടുള്ള ഫ്യൂച്ചേഴ്സൊക്കെ കാണിച്ചു തരാം. ഇതിൽ മൊത്തം ഞാൻ മോഡിഫൈഡ് ആയ കാരണം സീനൊന്നുമില്ല. ബോഡി കളർ മാറ്റാം, ഗ്ലാസ് കളർ മാറ്റാം, ഹോൺ മാറ്റാം, വീല് മാറ്റാം, സ്മോക്ക് കളറൊക്കെ മാറ്റാം. ഞാനൊക്കെ മോഡിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഗ്ലാസ് കളർ ഒക്കെ ഞാൻ ഫുള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീലിൻ്റെ അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തിരിച്ച് പോവുക, ഡ്രൈവ് തന്നെ ചെയ്യാം. നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോയേക്കാം. മാപ്പ് എടുത്ത് വേറെ എവിടേക്കെങ്കിലുമൊക്കെ ഇതിട്ടോക്കാം, മാർക്ക് ചെയ്തോക്കാം. ഇവിടെ ഞാൻ വില്ലേജ് ഇവിടെ എന്ത് ചെയ്ത് പാർക്ക് എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് പാർക്കിലോട്ട് പോയേക്കാം നമുക്ക് നേരെ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഇവന്മാർ സൈക്കിളുമേലൊക്കെ പോവും. സൈക്കിളും ഒരുത്തും പോകുന്നുണ്ട് കണ്ട. പിന്നെ അതൊരുത്തും ഇവിടെ ട്രാക്ടർ ഓടിച്ച് പോകുന്നുണ്ട് കണ്ട. ഇവിടെ ഇന്ത്യ ബൈക്ക് ഡ്രൈവിങ്ങിനായിട്ടും കൂടുതൽ ആൾക്കാർ ഇതിൽ പല വണ്ടികളിൽ പോകും. അതാണ് ഇതിന്റെ വേറെ ഒരു ഫീച്ചർ. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ പാർക്കിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ ഓക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം. നമ്മൾക്ക് ഈ വഴി പോയേക്കാം. അവിടെ എന്തോ പാർക്ക്, ചിലപ്പോൾ എങ്കിൽ പാർക്കാവും ശരിക്കും. നോക്കി നോക്കാം. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത് ശരി, ഇത് ജസ്റ്റ് മറ്റേ ഗാർഡൻ പോലെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് ഗൈസ്. വെറുതെ ഞാൻ വിചാരിച്ച് മറ്റേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കാന്ന്. നമുക്ക് ഇനി വേറെ എവിടേക്കെങ്കിലും പോയേക്കാം. എന്തായാലും മാപ്പ് എടുത്ത് മാർക്ക് ചെയ്യാം നമുക്ക്. ഇനി എവിടേക്കാണ് ഗൈസ്? വില്ലേജിലോട്ട് പോയേക്കാം. വില്ലേജ് എവിടെ വരുന്നത്? വില്ലേജ് എവിടെയാണ് അവഞ്ഞ് വരുന്നത്? ഇവിടെ എവിടെ കൊണ്ടാണ് തോന്നുന്നു വില്ലേജ്. ഓക്കെ വില്ലേജ് ഇവിടെയാണ്. നമുക്ക് നേരെ വില്ലേജിലോട്ട് പോയേക്കാം. ഇനി ഗൈസ് നമ്മളങ്ങനെ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ വണ്ടിയുടെ സ്മോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കളർ റെഡ് കളറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ത്യ ബൈക്ക് ഡ്രൈവിങ്ങിത്തെ പോലെ തന്നെ ഇവിടെ വില്ലേജ് പോലെ ഒരു സെറ്റപ്പ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവാം. അതിനുള്ള സ്പീഡ് പോയില്ല. ഓക്കെ ഇവിടെയാണ് വില്ലേജും കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെയാണ് ഇവിടുത്തെ വില്ലേജ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് എവിടേക്ക് പോവുക ഗൈസ്? ഇവിടെ ഒരു അവിടെ ഫാർം ചെയ്ത പോലെ നമുക്ക് നെല്ലും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഇവന്മാർ. നമുക്കൊക്കെ കൊള്ളാക്കായി കൂടെ വണ്ടി എടുത്ത് പോയിട്ട്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് എയർപോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഇതിനൊക്കെ ഷോർട്ട് കട്ട് എടുത്ത് പോവുക ഗൈസ്. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോയേക്കാം. ഗൈസ് നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി വന്ന പൊടി കാരണം എവിടെയാണ് എയർപോർട്ടിലത്തെ ഇത് മറ്റേ റൺവേ തോന്നുന്നു. പ്ലെയിനൊക്കെ പറത്തിക്കണ റൺവേ അല്ല, അതാണ് തോന്നുന്നത്. ഇത് എന്ത് എയർപോർട്ടാണ് ഗൈസ്? വില്ലേജിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ എയർപോർട്ട് വരുന്നത്. എയർപോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ബൈക്ക് ഡ്രൈവിങ്ങിൽ തന്നെയാണ് ഇതിനായിട്ട് കിടില്ല എയർപോർട്ട് കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സിറ്റിയുടെ ഏരിയയിലാണ് വണ്ടി വരുന്നത്. ഇത് എന്താണ് ഗൈസ്? മണൽ മറ്റേ മരുഭൂമിയിലൊക്കെ എയർപോർട്ട് വെച്ച പോലെ ഉണ്ട്. ഇവിടെ പ്ലെയിന് കാണുന്നില്ല. പ്ലെയിനിൻ്റെ ചീറ്റ് കോഡ് ഏതാണ് ആവുഞ്ഞി? അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ പ്ലെയിൻ ഇല്ലേ? പ്ലെയിനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗൈസ് എയർപോർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവന്മാർ? ഓക്കെ ഇത്ര ഉള്ളതിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ വേറെ ഒന്നുമില്ല. ചെറിയൊരു മാപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഫോണിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഫോണ്. നമ്മളെ വീട്ടിലൊരു ടി വി ഉണ്ട്. അവിടെ ഇത് ഓണാക്കിയാൽ ടി വി ഓണാവും. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ടി വിയിൽ എടുത്തിടാം ഗൈസ്. എന്താ അവിടെ പിക്ക് വീഡിയോ അത് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ടി വിയിൽ ആ വീഡിയോ ഇടാം. പിന്നെ അതിൽ കോഡ് ചീട്ട് കടിക്കേണ്ട ഇതാണ്. ചീറ്റ് കോഡ്സ് ഇതിൽ തന്നെ ഇവന്മാർ കൊടുത്തിട്ടുണ്ട്. ബൈക്കിൻ്റെ ചീറ്റ് കോഡ്, പിന്നെ കാറിൻ്റെ ചീറ്റ് കോഡ്. നമുക്ക് ഒരു കാറിൻ്റെ ചീറ്റ് കോഡ് എടുത്ത് നോക്കാം. ഓക്കെ ഹാഷ് 301 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർ വരുമ്പോൾ പറയുന്നത് ഏത് കാറാണാവോ വരാം. നമ്മളെ ഈ ഷിഫ്റ്റിനൊന്നും പറ്റിയില്ല. അവിടെ സ്പോൺ ആയതൊരു ഷിഫ്റ്റ് തന്നെയാണ്. നമുക്ക് ഹാഷ് 305 അടിച്ചോ അല്ല 2. അയ്യോ 2 അല്ലേ, 302. ഓക്കെ ഇതെന്താണോ വരാം? വാഗനറി. ഓക്കെ നമുക്ക് ഹാഷ് 303 അടിച്ചു നോക്കാം. ഇതിൽ ബൊലേറോ. ഓക്കെ ഗൈസ് ബൊലേറോ വന്നിട്ടുണ്ട്. ഈ ഹാഷ് 304 അല്ലേ? ഇതിലേക്ക് എന്ത് വണ്ടിയിലാണോ വരിക? സ്കോർപ്പിയോ, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50 ആണ്. വീഡിയോ കാണാൻ ആരും ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആകെ കുറച്ച് ശതമാനം ആൾക്കാരാണ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണത്. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ച് ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്. കാലം വച്ച രക്ഷകനെ സുഭാരകനെ നിങ്ങൾ തന്നെ ഭയമേ മാറിക്കും അണ്ണൻ
വന്നാൽ പിന്തുട്ടുന്നില്ല ഇരുട്ടിൽ സെറ്റി പാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ കുറുവാനായും ജനത്തിരക്ക് കാലം